പാലാ നഗരസഭയിൽ UDF ഭരണത്തിന് വിള്ളൽ വീഴ്ത്തി കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായ ദിയ ബിനുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കി കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചു. കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചതോടെ ഭരണം നഷ്ടമാകുന്നത് തങ്ങൾക്ക് വലിയ കാര്യമേയല്ലെന്ന പ്രതികരണവുമായി സ്വതന്ത്ര കൗൺസിലർ ബിജു പുളിക്കക്കണ്ടം രംഗത്തെത്തി. എന്നാൽ പുളിക്കക്കണ്ടം കുടുംബം കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നും ഇല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും പ്രതിപക്ഷമായ കേരള കോൺഗ്രസ് എമ്മും വ്യക്തമാക്കിയതോടെ പാലായിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം മുറുകുകയാണ്. പാലാ നഗരസഭയിൽ അവിചാരിതമായി വീണ് കിട്ടിയ ഭരണം അതേ വേഗതയിൽ തന്നെ UDFന് കൈവിട്ടു പോകുന്ന കാഴ്ചയ്ക്കാണ് പാലാ നഗര സംരക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത്. സ്വതന്ത്ര കൂട്ടായ്മയായി മത്സരിച്ച് ജയിച്ച പുളിക്കക്കണ്ടം കുടുംബത്തിന് നൽകി വന്ന പിന്തുണ കോൺഗ്രസ് ഔദ്യോഗികമായി പിൻവലിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ DYFI സമ്മേളനത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒടുവിൽ വലിയ ഭരണ പ്രതിസന്ധിയിൽ കലാശിച്ചത്. അനുമതി നൽകരുതെന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നിർദ്ദേശം ചെയർപേഴ്സൺ ദിയ ബിനു തള്ളുകയായിരുന്നു. കൗൺസിലിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്ന് സ്വതന്ത്രർ വിട്ടുനിന്നതോടെ പ്രതിപക്ഷമായ LDFന് അനുകൂലമായി തീരുമാനം വന്നു. ചെയർപേഴ്സൺ CPMുമായി ഒത്തുകളിച്ചെന്നാരോപിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പിന്തുണ പിൻവലിച്ചത്. ഇതിനിടയിലാണ് കോൺഗ്രസ് നിലപാടിന് മറുപടിയുമായി സ്വതന്ത്ര കൗൺസിലർ ബിജു പുളിക്കക്കണ്ടം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ഭരണം കിട്ടിയത് അവിചാരിതമായാണ്. നഗരസഭാ ഭരണവും കൗൺസിലർ പദവിയും ജീവിത സാഫല്യമായി കാണാത്തതിനാൽ ഭരണം നഷ്ടമാവുന്നത് വലിയ കാര്യമായി എടുക്കുന്നില്ലെന്നും പൊതുപ്രവർത്തനം തങ്ങൾക്ക് ജീവനോപാധിയല്ലെന്നുമാണ് ബിജു കുറിച്ചത്. 26 അംഗ നഗരസഭയിൽ ഭൂരിപക്ഷത്തിന് 14 പേരുടെ പിന്തുണ വേണം. LDFന് 11ഉം UDFന് 10 അംഗങ്ങളുമാണുള്ളത്. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 സ്വതന്ത്രരും ഒരു കോൺഗ്രസ് വിമതയും പിന്തുണച്ചതോടെയാണ് UDF തികച്ച് ഭരണം പിടിച്ചത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസും LDFും ഒരുപോലെ സ്വതന്ത്ര കൂട്ടായ്മയെ കൈവിട്ടിരിക്കുകയാണ്. പ്രശ്ന പരിഹാരത്തിനായി UDF നേതൃത്വവും മാണി C കാപ്പൻ MLAയും രംഗത്തുണ്ടെങ്കിലും ഇരു മുന്നണികളും ഒരുപോലെ കൈവിട്ട സ്ഥിതിക്ക് പുളിക്കക്കണ്ടം കുടുംബത്തിന് ഭരണം നിലനിർത്തുക അസാധ്യമാക്കും. പാലാ നഗരസഭ വീണ്ടും ഒരു ഭരണമാറ്റത്തിലേക്കാണോ അതോ അവിശ്വാസ പ്രമേയങ്ങളിലൂടെ കടുത്ത ഭരണസ്തംഭനത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.